ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പാർട്ട് 2 സ്റ്റിച്ചിങ് വീഡിയോ കാണാം. നമ്മൾ ഫസ്റ്റ് എ ലൈൻ ടോപ്പാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായി മടക്കിയതിന് ശേഷം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലുള്ള റൗണ്ട് നെക്കാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് തിരിച്ചിട്ട് പതിച്ചടിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ കാണിക്കാഞ്ഞത്, സ്പീഡിന് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ പീസ് നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 2 പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. അങ്ങനെ 2ൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ ഷോൾഡർ ഇവിടെ ജോയിൻ്റ് ചെയ്യുകയാണ്. അങ്ങനെ 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ നെക്ക് തിരിച്ചിട്ടിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് പതിച്ചടിക്കണം. അങ്ങനെ റൗണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മടക്കാം. 2ആയിട്ട് മടക്കിയതിന് ശേഷം ആം ഹോൾ ഭാഗത്ത് നമുക്കൊരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടണം കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് സ്ലീവ്ലെസ് ആയിട്ടാട്ടോ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബാലൻസ് പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ സൈഡ് ഇതേപോലെ നോട്ടിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 2ആയി മടക്കി ചീത്ത വശത്തേക്ക് മടക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്യുക മാത്രമാണ് പണി. അപ്പോൾ നമ്മളിവിടെ 1.5 ഇഞ്ചിലാട്ടോ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. ആ 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പാട്ടോ എ ലൈൻ ടോപ്പ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഷേപ്പ് എല്ലാം ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതെല്ലാവരും എല്ലാ വീഡിയോകളും കാണുന്നതും അറിയാവുന്നതും ആയതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ സ്പീഡിൽ ഇത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പ് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് കോട്ടിൻ്റെ ഭാഗം നോക്കാം. നമ്മളിവിടെ കോട്ടിന് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ റൗണ്ട് നെക്കാട്ടോ കൊടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് നീളത്തിലുള്ള റൗണ്ട് നെക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗം നിവർത്തി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ 3 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒരു 1/4 ഇഞ്ച് നെക്കുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാലൻസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ നെക്കൊന്ന് പതിച്ചടിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഷോൾഡറിന്. അതിനുശേഷം ഈ ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ, ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചിലവർക്ക് എന്താ പറയുക, ലോക്ക് മെഷീൻ ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ലോക്ക് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നെക്ക് ഇതേപോലെ 1 ഇഞ്ച് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കി നമുക്ക് നെക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി അത് നല്ല വശത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി ഫ്രണ്ട് പാർട്ട് ഇതേപോലെ 2ആയി മടക്കിയതിന് ശേഷം 1/4 ഇഞ്ചിലൊന്ന് കുഴിച്ച് വെട്ടാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ ബോട്ടം സൈഡ് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലീവ് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതേപോലെ നമ്മൾ
ബോട്ടം സ്റ്റിച്ച് ചെയ്ത് സ്ലീവും ജോയിൻറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു 1/2 ഇഞ്ചിൽ ആ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് ചിലവരുടെ ലോക്കിംഗ് മെഷീൻ കാണത്തില്ല, അപ്പോൾ നല്ല രീതിയിൽ ഇഴയൊന്നും പോകാതെ കിടക്കാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട ബോട്ടം പീസുമായിട്ട് യോക്ക് പാർട്ട് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബോട്ടം പീസിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ യോക്ക് പാർട്ടും രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് സെൻറ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ബോട്ടം പാർട്ടിൽ നമുക്ക് ഇതേപോലെ പ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടം പാർട്ടിൽ പ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നല്ല വശത്തേക്ക് തിരിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല വശത്ത് വെച്ച് പതിച്ചടിച്ച് കൊടുക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇതാ ഇങ്ങനെ കേട്ടോ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ട, നമ്മൾ സെൻറ്ററിൽ നമ്മൾ പ്ലീറ്റ് ഇടത്തില്ല, സെൻറ്റർ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടേക്കും. എന്നിട്ട് സൈഡുകൾ രണ്ടിലാണ് പ്ലീറ്റ് ഇടുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ കൂടെ ഒരു പീസ് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലത്തെ ഭാഗം മടക്കി ഇതുപോലെ രണ്ടായി മടക്കിയതിന് ശേഷം ഈ സെൻറ്റർ വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് ബോട്ടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ തിരിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. മറു സൈഡും ഇതേപോലെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിങ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് അടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷേപ്പെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതിൽ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇട്ടിട്ടുള്ള വീഡിയോ നമുക്ക് ഒന്ന് കാണാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പോക്കറ്റ് വെക്കാൻ ഞാൻ മറന്നു പോയിട്ടോ, സ്റ്റിച്ചിങ് വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല, പിന്നാണ് ഞാനിത് വെച്ചത്. കണ്ടോ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.